നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയാണ് തങ്ങളാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. 1885 ഡിസംബർ 27 ബോംബെയിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇപ്പോഴത്തെ കോൺഗ്രസും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാം. നിലവിലെ കോൺഗ്രസിൻ്റെ ദുരവസ്ഥ ഏറെ പരിതാപകരമാണ്. രാഷ്ട്രീയമായി ഇന്ദിരാഗാന്ധിയെ എതിർക്കുമ്പോഴും അവർ നേതൃത്വം നൽകിയ കോൺഗ്രസിന് രാജ്യത്താകമാനം വേരോട്ടമുണ്ടായിരുന്നു. കേന്ദ്രത്തിലും രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും ഭരണത്തിലുണ്ടായിരുന്നു ആ പാർട്ടി. നയപരമായ വ്യക്തതയില്ലാതെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് ഇന്ന്. ഹൈക്കമാൻഡ് എന്ന സംവിധാനം നിലകൊള്ളുന്നതായി പറയുന്ന ഡൽഹിയിലും കോൺഗ്രസ് സംഘടനാപരമായി ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഇതിന് തെളിവാണ്. ദേശീയ തലത്തിൽ ബഹുമുഖ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാകത്തിൽ ഉയർന്ന ചടുലമായി പ്രവർത്തിക്കാനോ സംഘടനാപരമായ വിഷയങ്ങളിൽ അതത് സമയം തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോകുവാനോ കോൺഗ്രസിന് കഴിയുന്നില്ല. തികച്ചും വ്യക്തിപരവും സങ്കുചിതവുമായ താല്പര്യങ്ങൾ മുൻനിർത്തി നിലകൊള്ളുന്ന പാർട്ടിയായി മാറിയിരിക്കുകയാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതെല്ലാം മറന്നാണ് അവിടെ നിലപാടുകൾ എടുത്തത്. സംസ്ഥാനത്ത് മഹാസഖ്യത്തിന് നേതൃത്വം നൽകുന്ന RJDയും ഘടകകക്ഷികളായ ഇടതു പാർട്ടികളും നടത്തിയ കഠിനാധ്വാനം പൂർണ്ണ വിജയത്തിൽ എത്തിക്കുന്നതിന് കോൺഗ്രസിൻ്റെ നിലപാട് തടസ്സമായി. നേരത്തെ മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അവർ കാട്ടിയ നിരുത്തരവാദിത്വം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഘടകകക്ഷികളുമായി മാന്യമായ ധാരണയിൽ എത്താനും സ്വന്തം സ്ഥാനാർത്ഥികളെ യഥാസമയം തീരുമാനിക്കാനും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും ശ്രമിക്കാതെ ഇല്ലാത്ത സ്വാധീനം പറഞ്ഞ് സ്വപ്നലോകത്തിലായിരുന്നു കോൺഗ്രസ് ഇപ്പോൾ ഭരണത്തിലുള്ള കർണാടകയിൽ ഗ്രൂപ്പ് പോര് കൂടുതൽ ശക്തമാവുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് DK ശിവകുമാർ ഡൽഹിയിൽ എത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്ത് നേതൃത്വമാറ്റം ഉണ്ടായാൽ താനും മത്സരരംഗത്തുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി G പരമേശ്വര തുറന്നു പറഞ്ഞതോടെ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളെ കാശ് കൊടുത്ത് ചാക്കിട്ട് പിടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന BJPക്ക് വീണ്ടും അധികാരത്തിൽ എത്താനുള്ള അവസരമാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്താൻ BJPയെ സഹായിച്ചത് കോൺഗ്രസിൻ്റെ ധന അധികാര മോഹമാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആകുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 9, 11 തീയതികളിൽ നടക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കിയ പ്രകടന പത്രിക സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ഉണ്ടായിരിക്കുന്നത്. അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിൽ LDF സ്വീകരിച്ച നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. അധികാര വികേന്ദ്രീകരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ജനോപകാരപ്രദമായി ഉപയോഗിക്കാനും LDFന് കഴിയുമെന്ന അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വീടും ഭക്ഷണവും ചികിത്സയും ഉറപ്പുവരുത്തുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ തുടർച്ചയായി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഉൾപ്പെടെ പ്രകടന പത്രികയിലുണ്ട്. അതിദാരിദ്ര്യത്തിന് മുകളിലുള്ള കേവല ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി അവരെ മൈക്രോ പ്ലാനുകൾ വഴി ദാരിദ്ര്യമുക്തമാക്കാൻ പരിപാടി നടപ്പാക്കും. കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കും. ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കും. എല്ലാവർക്കും ഭക്ഷണവും ഉറപ്പാക്കുക ലക്ഷ്യമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. തെരുവുനായ പ്രശ്നം പരിഹരിക്കുക ലക്ഷ്യമിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലും തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിക്കാനുള്ള സങ്കേതങ്ങൾ ഒരുക്കും. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഭവനരഹിതർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ വീട് നൽകും. മുഴുവൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ നേടിയെടുക്കും. 20 ലക്ഷം സ്ത്രീകൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ തൊഴിൽ ലഭ്യമാക്കും. തീരദേശങ്ങളിൽ കടലിൻ്റെ 50 മീറ്റർ പരിധിയിൽ വസിക്കുന്ന എല്ലാവർക്കും പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവാസം ഉറപ്പാക്കും. വിദ്യാഭ്യാസ മേഖലയിൽ 5 വർഷം കൊണ്ട് ദേശീയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങൾ പ്രകടന പത്രിക മുന്നോട്ട് വെക്കുന്നു. ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയെഴുത്തായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. ജനയുഗം പൊളിറ്റി പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.